പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ടി.പി. രാമകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി പേരാമ്പ്രയിലെത്തി. LDF പ്രവർത്തകർ ആവേശകരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. ഈ മേഖലയിൽ പണം കടം വാങ്ങി പ്രസംഗം നമുക്ക് കേൾക്കാൻ അവസരമുണ്ടാകും. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ മുഖ്യമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധ തലങ്ങളിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരും നേതാക്കന്മാരുമാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട ജോലിയെക്കുറിച്ച് ഇവിടെ കൂടുതൽ ഞാൻ പറയേണ്ടതില്ല. ഇനിയുള്ള നാളുകളിൽ ഈ മണ്ഡലത്തിലെ ഈ പ്രദേശത്തെ വോട്ടർമാരെ എല്ലാം അവരുടെ താമസ സ്ഥലങ്ങളിൽ ചെന്ന്, ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ തൊഴിലിടങ്ങളിൽ ചെന്ന് അവരോട് കാര്യങ്ങൾ സംസാരിക്കണം. ഇവിടെ നമുക്ക് ഭംഗിയായിട്ട് തിരിച്ചറിയാവുന്ന ഒരു കാര്യം, നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന സാമ്പത്തിക നയങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഡൽഹിയിൽ ഇരുന്ന് ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ BJPയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ UDF എന്ന് പറയുന്ന മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന UDFും തമ്മിൽ സാമ്പത്തിക നയപരിപാടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഉണ്ടോ? ഇല്ല. സാമ്പത്തിക നയങ്ങൾ അവർ തമ്മിൽ ആകെ തർക്കമുള്ള ഒരു കാര്യം ഇല്ലെന്ന് പറഞ്ഞുണ്ടോ? തർക്കമുണ്ട്. കുത്തക മുതലാളിമാരെ സഹായിക്കുന്നതും സാധാരണ മനുഷ്യരെ ദ്രോഹിക്കുന്നതുമായ ഈ സാമ്പത്തിക നയം ആദ്യം കൊണ്ടുവന്ന് നടപ്പാക്കിയത് ആരാണ് എന്നുള്ളതിലാണ് തർക്കം. ഞങ്ങളുടേതാണ് ഈ സാമ്പത്തിക നയം എന്ന് നരസിംഹറാവു ഭരണകാലത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് കോൺഗ്രസ് പറയും. അപ്പോൾ BJPക്കാർ പറയും ഇല്ലില്ല, നിങ്ങളത് വേണ്ട പോലെ നടപ്പാക്കിയിരുന്നില്ല. അതിനകത്ത് ചില കുറച്ച് അതിനെ ഒന്ന് വെള്ളം ചേർത്ത് കുറച്ച് എന്താണ് പറയുക, എൻ്റെ വീര്യം കുറച്ചിരുന്നു. ഞങ്ങളാണ് നല്ല വീര്യത്തോടു കൂടിയ നടപ്പാക്കിയത്. അതിന് അധികം ഉദാഹരണങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം അറിയാവുന്നവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ് നിങ്ങൾ. നമ്മുടെ കാഴ്ചപ്പാടിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. തൊഴിലാളികൾ എന്ന് പറയുമ്പം ചിലര് ഞാൻ അവിടെ ഓട്ടോറിക്ഷ കയറി പോകുമ്പം എൻ്റെ അടുത്ത് കൂടുതൽ പൈസ വാങ്ങിച്ചു. പക്ഷെ അങ്ങനെ കൂടുതൽ പൈസ വാങ്ങിക്കുന്നവരൊന്നും ഈ വടക്ക് ഭാഗത്തില്ല, കോഴിക്കോടൊന്നും ആ പരിപാടിയില്ല. കൃത്യമായിട്ടാണ് അതാ തിരുവനന്തപുരത്താണ് കൂടുതൽ. എന്നാലും ചില തൊഴിലാളികൾ അവിടെയോ ഇവിടെയോ എന്തെങ്കിലും ബാഗ് എടുത്ത് വെക്കുന്നതിൻ്റെ കൂലിയൊക്കെ സംബന്ധിച്ച് തർക്കമുണ്ടാകും. പക്ഷെ തൊഴിലാളി വർഗം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് ശാസ്ത്രീയമായ സൂക്ഷ്മമായ ധാരണ വേണം. ഈ ഭൂമിയിലെ എല്ലാ പുതിയ സമ്പത്തും പുതിയ മൂല്യങ്ങളും അത് സൃഷ്ടിക്കുന്നത് പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. രണ്ട് അടിസ്ഥാന ഉൽപാദന മേഖലകളാണുള്ളത്. ഒന്ന് കൃഷി, കർഷക തൊഴിലാളി കാർഷിക മേഖലയിൽ. ആ കർഷക തൊഴിലാളി പണിയെടുത്ത് കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാലേ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മുടെ ഭക്ഷണം കർഷക തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലമാണ്. പിന്നെ നമ്മൾ ഏത് മേഖല എടുത്തു നോക്കിയാലും എന്തും തൊഴിലാളിയുടേതാ. ഈ സംസാരിക്കുന്ന മൈക്ക് ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയ തൊഴിലാളികൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. നിങ്ങൾ ഇങ്ങോട്ട് സ്കൂട്ടറിൽ വന്നവരുണ്ടാവും, ബസ്സിൽ വന്നവരുണ്ടാവും, കാറിൽ വന്നവരുണ്ടാവും. അതെല്ലാം തൊഴിലാളി അധ്വാനിച്ചുണ്ടാക്കിയതാണ്. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തൊഴിലാളിയുടെ അധ്വാനമില്ലാതെ കാർഷികോൽപ്പന്നമില്ല, വ്യാവസായിക ഉൽപ്പന്നവുമില്ല. ഇപ്പൊ സോഫ്റ്റ്വെയർ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. ഇതെല്ലാം മനുഷ്യന്റെ അധ്വാനത്തിൽ നിന്നുണ്ടായതാണ്.
അപ്പൊ അത് വിസ്തരിച്ച് പറയണ്ട, വിസ്തരിച്ച് വേണേ പറയാം, അതിന് ആവശ്യമില്ല. നമ്മൾ ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഇടതുപക്ഷക്കാര്, പിന്നെ ജനാധിപത്യ പാർട്ടികൾ എല്ലാം ചേർന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ BJP നയിക്കുന്ന NDAയിൽ നിന്നും കോൺഗ്രസ് നയിക്കുന്ന UDF-ൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നത് വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കൃഷിക്കാർ, ഇടത്തരം ജീവനക്കാർ, ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് നമ്മൾ. എന്നാൽ ചൂഷക വർഗത്തിന്റെ മുമ്പിൽ പണിയെടുക്കുന്നവരെ അടിമകളെപ്പോലെ അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ചൂഷണത്തിന് എറിഞ്ഞു കൊടുക്കുന്നവർ, വിട്ടുകൊടുക്കുന്നവർ. ഇപ്പോ ലേബർ കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം നമ്മൾ മനസ്സിലാക്കണം. 2 ദിവസം കഴിഞ്ഞാൽ, ഇത് 30 ആണല്ലോ, 31 ഉണ്ട് മാർച്ച് മാസം. ഏപ്രിൽ 1 കഴിഞ്ഞാൽ ലേബർ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കാനാണ് BJP ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്, നരേന്ദ്രമോദി തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ലേബർ കോഡ് നരേന്ദ്രമോദി വിചാരിച്ചാൽ മാത്രം നടപ്പാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ആർക്കെങ്കിലും പറയാമോ? നമ്മൾക്ക് ചർച്ചയാണ് ഈ യോഗം എന്ന് പറയുന്നത്. എന്താ നരേന്ദ്രമോദി വിചാരിച്ചാൽ മാത്രം ലേബർ കോഡ് നടപ്പാക്കാൻ പറ്റാത്തത്? ഭരണഘടനയിൽ വിവിധ കാര്യങ്ങൾ അത് സംബന്ധിച്ച അധികാരം, നിയമനിർമ്മാണത്തിനുള്ള അധികാരവും നിയമം നടപ്പാക്കാനുള്ള അധികാരവും ഡൽഹിയിൽ ഭരിക്കുന്ന യൂണിയൻ ഗവൺമെന്റിന് യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സംസ്ഥാന ലിസ്റ്റ് ഉണ്ട്. ഇന്ത്യൻ ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമം നിർമ്മിക്കാനും നടപ്പാക്കാനും കഴിയുന്ന കൺകറന്റ് ലിസ്റ്റുമുണ്ട്, സമവർത്തി പട്ടികയുമുണ്ട്. ലേബർ, തൊഴിൽ വകുപ്പ്, ഈ 2 അഖിലേന്ത്യാ സർക്കാരിനും അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ്, ചിലർ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയും, എന്നാലും യൂണിയൻ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. ഡൽഹി ആസ്ഥാനമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ, അതിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട്. അതുകൊണ്ട് സംസ്ഥാനം കൂടി നോട്ടിഫൈ ചെയ്യണം ഈ ലേബർ കോഡ് നടപ്പാവണമെങ്കിൽ. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡുകൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന നിയമമാണെന്നും കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചാൽ ഈ നിയമം നടപ്പിലാക്കാൻ സാധിക്കില്ലെന്നും MA ബേബി പറഞ്ഞു. കേരളത്തിൽ ഈ നിയമം നടപ്പാക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പേരാമ്പ്ര റാലിക്ക് ശേഷം കൊയിലാണ്ടി മണ്ഡലത്തിലെ പയ്യോളിയിലും ബാലുശ്ശേരി മണ്ഡലത്തിലെ നടുവണ്ണൂരിലും റാലി ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര നടന്ന പരിപാടിയിൽ LDF നേതാക്കളായ M മെഹബൂബ്, SK സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു.